എൻ്റെ ആദ്യകാലമെന്ന് പറയുമ്പോൾ സ്കൂൾ കാലഘട്ടം അവസാനിക്കും വരെ സിനിമയേ ഉണ്ടായിരുന്നില്ല ജീവിതത്തിൽ. സാഹിത്യം മാത്രമായിരുന്നു. സാഹിത്യം എന്ന് പറഞ്ഞാൽ അത് ആ, വലിയ ഒരു ആസക്തിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ മറ്റൊന്നിനും താല്പര്യമില്ല, സാഹിത്യം മാത്രമാണ് താല്പര്യം. അന്ന് എൻ്റെ വീട്ടിലെ ഏകപുരുഷ പ്രജയായിരുന്നു ഞാൻ. 5 സ്ത്രീകൾ, ഒരു അമ്മുമ്മ, അമ്മ, 3 സഹോദരിമാർ. അത് കാരണം ഞാൻ ഒതുങ്ങി ഒരു സ്ഥലത്ത് ഇരിക്കുക, വായിക്കുക, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിച്ചത് മുതൽ ഈ സാഹിത്യത്തോടുള്ള പ്രണയം ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന സ്കൂൾ അന്തിയൂർക്കോണം LFUPS. അവിടെ നിന്ന് നടന്നു വരുന്ന വഴിക്കായിരുന്നു ഗ്രാമോദ്ധാരണ ഗ്രന്ഥശാല. അവിടെ കയറി അവിടെ ഉള്ള പത്രങ്ങൾ, മാഗസിൻസ് എല്ലാം നോക്കും. അപ്പോൾ അന്ന് പലരും ഞാനങ്ങനെ ഇരുന്ന് വായിക്കുന്ന, ഒരു 4ാം ക്ലാസ്സുകാരൻ ഇരുന്ന് വായിക്കുന്ന കണ്ടിട്ട് പലർക്കും ഒരു കൗതുകം തോന്നിയിരുന്നു. ചിലർ വിചാരിച്ച് വെറുതെ ഇരിക്കുന്നതാണ് എന്നുള്ള മട്ടിൽ. അങ്ങനെ ചില കമൻസൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോഴാണ് എനിക്ക് അതിൻ്റെ അകത്തിരിക്കുന്ന പുസ്തകങ്ങൾ വായിക്കണമെന്ന് തോന്നുന്നത്. അങ്ങനെ ഞാനൊരു ദിവസം ലൈബ്രറി വൈകുന്നേരമേ തുറക്കൂ. വൈകുന്നേരം അവിടെ പോയി ഈ ലൈബ്രറിയനോട് പറഞ്ഞു, എനിക്ക് പുസ്തകം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അത് മെമ്പർഷിപ്പ് ഉള്ളവർക്കേ പുസ്തകം കൊടുക്കൂ. എനിക്ക് മെമ്പർഷിപ്പ് വേണം, അതിന് ഇത്ര പൈസ വേണം എന്ന് പറഞ്ഞു. അന്നത്തെ നിലയ്ക്ക് പൈസയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി ഈ പൈസ അടുത്ത ദിവസം അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അവിടെ ചെന്നു. അമ്മയ്ക്കും അതിലൊന്നും വിരോധമില്ലായിരുന്നു, ലൈബ്രറിയിൽ ചേരുന്നതിലൊന്നും. അവിടെ പോയി എനിക്ക് മെമ്പർഷിപ്പ് വേണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. കാരണം നീ ഒരു കൊച്ചു പയ്യനാണ്, നിന്നെപ്പോലെയുള്ളവർക്കല്ല ഈ പുസ്തകങ്ങൾ വച്ചിരിക്കുന്നത്, അത് തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ ആർഗ്യുമെൻറ്റ്സ് ശ്രദ്ധിച്ചിരുന്ന, അവിടെ പത്രം വായിച്ചുകൊണ്ടിരുന്ന ഒരു ആൾ ഉടനെ ലൈബ്രറിയനോട് പറഞ്ഞു, ഇല്ല, അവൻ്റെ അച്ഛൻ ഒരു എഴുത്തുകാരനൊക്കെയാണ്, അപ്പം അവനും അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കാണും, അത് മെമ്പർഷിപ്പ് കൊടുക്കാം എന്ന് പറഞ്ഞു. ഉടനെ പുള്ളി എനിക്ക് ഒരുപാട് ഗുണദോഷങ്ങളൊക്കെ തന്നിട്ട്, അതായത് ഈ പുസ്തകമൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം, കളയരുത് എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് മെമ്പർഷിപ്പ് തന്നു. കിട്ടിയ ഒരു പുസ്തകം ആണ് ഓരോ പുസ്തകമായിട്ട് അവിടുന്ന് എടുത്ത് വായിക്കാൻ തുടങ്ങി. സ്വാഭാവികമായി ആദ്യം ഡിറ്റക്റ്റീവ് നോവലുകളായിരുന്നു, പിന്നെ അവിടുന്ന് പൈങ്കിളിയിലേക്ക് വന്നു. അങ്ങനെ വായന പോയി. ഒരു ഹൈസ്കൂളിലെത്തുമ്പോഴേക്ക് തകഴിയും ദേവും ഒക്കെ വായിച്ച് തുടങ്ങിയിരുന്നു. SK പൊറ്റക്കാടിൻ്റെയൊക്കെ പുസ്തകങ്ങൾ, ബഷീർ, സർവോപരി ബഷീർ. കാരണം ബഷീറിനെ ആണ് മനസ്സിൽ വളരെയേറെ അന്ന് ഇഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ടാണ് ഞാൻ എഴുതിയ ഏക സാഹിത്യ പഠന പുസ്തകം എന്ന് പറയുന്നത് ബഷീറിനെ കുറിച്ചുള്ളതാണ്, ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ. ആ പുസ്തകം ഞാൻ പിൽക്കാലത്ത് ഈ ഓർമ്മയിൽ നിന്ന്, അതായത് സ്കൂളിൽ പഠിക്കുമ്പോൾ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിച്ച ആ പുസ്തകങ്ങളുടെ ഓർമ്മയിലാണ്. അപ്പം അങ്ങനെ ഇതുമായിട്ടുള്ള ഇത് വന്നപ്പോൾ തന്നെ ഇരുന്ന് എഴുതാനും തുടങ്ങി. അതും ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതുക, ഞാൻ തന്നെ വായിക്കുക, അത് കളയുക, ഇത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ആരെയും കാണിക്കാനൊന്നുമല്ല. പക്ഷേ ആ സമയത്ത് വേറൊരു രസം കൂടെ ഉണ്ടായി. അത് എൻ്റെ വീട്ടിലെ ഈ സഹോദരിമാർ, മൂത്ത സഹോദരിയും കൂട്ടുകാരികളും ഒക്കെ വന്നിരുന്ന കടങ്കഥയൊക്കെ പറയുന്ന കേൾക്കും. അപ്പം ഞാനും ചെന്നിരിക്കാറുണ്ട്. അപ്പോൾ ഈ അലമാരയിൽ പഴയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പും മലയാള രാജ്യം ചിത്രവാരികയും, അത് ഇന്നത്തെ സൈസല്ല, വലിയ സൈസിലുള്ള ഒരു ടാബ്ലോയിഡ് സൈസിലുള്ള വീക്കിലിയാണ്, അത് ബൈൻഡ് ചെയ്ത് വെച്ചിരുന്നു. അപ്പം ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറിച്ച് നോക്കുമ്പോഴാണ് ഈ മലയാള രാജ്യം ചിത്രവാരികയുടെ ബാലരംഗത്തിൽ കടങ്കഥകളെന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ്. ഞാൻ പതുക്കെ അതൊക്കെ വായിച്ച് ഹൃദിസ്ഥമാക്കിയിട്ട് ഈ ചേച്ചിയും കൂട്ടുകാരും കടങ്കഥ മത്സരം നടത്തുമ്പം അവിടെ ചെന്നിരുന്ന് ചില കടങ്കഥകൾ പറയും. അതവർക്ക് ആർക്കും അറിയില്ല, കാരണം അവരൊന്നും കേട്ടിട്ടുള്ളതല്ല. അപ്പോൾ അവിടെ വലിയ പേരെടുത്തു ഞാൻ. ഇവരൊക്കെ ചോദിക്കും, നീ എവിടെ നിന്നാണ് ഇത് പഠിച്ചത്, എങ്ങനെയാണ് കിട്ടിയതെന്നൊക്കെ ചോദിക്കും. ഞാൻ ആ രഹസ്യം പറഞ്ഞു കൊടുത്തില്ല. പക്ഷേ ഈ കടങ്കഥ പരതുന്നതിനിടയ്ക്ക് ഈ ബാലരംഗത്തിൽ വന്നിട്ടുള്ള കഥകൾ അതൊക്കെ വായിക്കുന്നുണ്ട്. അത് പിന്നീട് കടങ്കഥയെ വിട്ടിട്ട് കഥകൾ കൂടുതൽ വായിക്കാൻ തുടങ്ങി, അതുപോലെ എഴുതാൻ തുടങ്ങുന്നു. അപ്പോൾ ഇത് ഈ 4ാം ക്ലാസ് അവധിക്കാലത്തിന് മുമ്പ് നടന്ന സംഭവങ്ങളാണ്.
ഈ 4ാം ക്ലാസ് അവധിക്കാലത്തൊരു സംഭവം ഉണ്ടായി. ഈ അച്ഛൻ എന്നെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി. അച്ഛൻ അന്ന് അവിടെ കേസരി വാരികയുടെ പത്രാധിപരായിരുന്നു. അപ്പോൾ ആ അവധിക്കാലത്ത് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. ആദ്യമായിട്ടാണ് ഞാൻ ഈ തിരുവനന്തപുരം വിട്ടൊക്കെ പോകുന്നത്, ട്രെയിനിൽ കയറുന്നത് ഒക്കെ അപ്പോഴായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ഈ ഇത് ഇതിൻ്റെ അച്ചടിയും വാരികയുടെ അച്ചടിയും എഴുത്തുകാരൊക്കെ വന്ന് സംസാരിക്കുന്നത് ഇതൊക്കെ കേട്ട് ഇതിൽ വലിയ താല്പര്യമായി. അപ്പം ഞാൻ തിരികെ വന്ന ഉടൻ തന്നെ ഒരു കയ്യെഴുത്ത് മാസിക എന്ന് പറഞ്ഞ് തുടങ്ങി. എന്നിട്ട് അച്ഛനൊരു കത്തയച്ചതും എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കയ്യെഴുത്ത് മാസിക അച്ചടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് എനിക്ക് കുറച്ച് അച്ചും മഷിയും കൊണ്ടുവരണം എന്ന് പറഞ്ഞ്. അപ്പോൾ അച്ഛനത് അതേ സീരിയസ്നെസ്സിൽ മറുപടി എഴുതി, അച്ചും മഷിയും ഞാൻ വരുമ്പോൾ കൊണ്ടുവരാം എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ അങ്ങനെ സാഹിത്യം മാത്രം, പുസ്തകങ്ങളുടെ ലോകത്തിൽ മാത്രം. അപ്പം വീട്ടിലെ അമ്മയൊക്കെ പറയും, ഇവനെ കൊണ്ട് വേറെ യാതൊരു പ്രയോജനവുമില്ല, അവന് വായന മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. സ്കൂളിലൊക്കെ മിടുക്കനായിരുന്നു. അപ്പോൾ അവരൊക്കെ പക്ഷേ പ്രതീക്ഷിച്ചത് വിദ്യാഭ്യാസത്തിൽ വളരെ ഉന്നതനാവുക എന്നുള്ളതായിരുന്നു, ഈ വായനയൊക്കെ കണ്ടിട്ട്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ രചന അച്ചടിച്ച് വരുന്നത്. അതൊരു മൗലിക കഥയൊന്നുമല്ല, ഐതിഹ്യമാലയിൽ നിന്നെടുത്ത ഒരു ഐതിഹ്യ കഥ എഴുതി. അന്ന് വീട്ടിൽ വന്നിരുന്ന ഒരു കുട്ടികളുടെ മാസികയുണ്ട്. അതായത് നമ്മുടെ പൂമ്പാറ്റയ്ക്കും ഒക്കെ മുമ്പ് തന്നെ മലയാളത്തിൽ ഒരു കുട്ടികളുടെ മാസിക ഉണ്ടായിരുന്നു, ചിലമ്പൊലി എന്ന് പറഞ്ഞിട്ട്. എറണാകുളത്ത് നിന്നാണ് അത് പബ്ലിഷ് ചെയ്തിരുന്നത്. അത് എൻ്റെ പേരിൽ അച്ഛൻ വരിസംഖ്യ അടച്ചിരുന്നുകൊണ്ട് ഇത് വരുമായിരുന്നു. അപ്പോൾ അത് വായിച്ചിട്ട് താല്പര്യം തോന്നി അതിലെ കുട്ടികളുടെ പങ്ക്തിയിലേക്ക് ആണ് ഈ കഥ അയക്കുന്നത്. അപ്പോൾ നോക്കുമ്പം അത് അച്ചടിച്ച് വന്നപ്പോൾ അങ്ങേയറ്റത്തെ ആഹ്ലാദം ഉണ്ടായി. കാരണം ഞാനും ഒരു എഴുത്തുകാരൻ എന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ എഴുതിയ ആളിൻ്റെ പേര് പി വിജയകൃഷ്ണൻ എന്നാണുള്ളത്. ഏതായാലും എൻ്റെ ഈ അമിതമായ ആഹ്ലാദം കൊണ്ട് ഞാനത് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സ്കൂളിൽ 6ാം ക്ലാസ്സിലെ ഈ മാഗസിൻ കൊണ്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് കുട്ടികളെയൊക്കെ കാണിച്ചു, ഇതാ ഞാൻ എഴുതിയ കഥ വന്നിരിക്കുന്നു എന്നുള്ളത്. ഇവരിത് കാണുന്നതും അവരൊരു തരം പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കാകെ വിഷമമായി. നിൻ്റെ അച്ഛനല്ലേ ഇത് എഴുതിയത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഈ സമയത്തൊരു അധ്യാപകൻ അതുവഴി വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഞാനിങ്ങനെ വളരെ കുനിഞ്ഞ മുഖമായിട്ട് നിൽക്കുന്നതും മറ്റുള്ളവരുടെ പൊട്ടിച്ചിരിയൊക്കെ കേട്ടിട്ട് എന്താന്ന് ചോദിക്കുന്നു. അപ്പം ഞാൻ വളരെ ആവേശത്തോടെ സാറിനോട് പറഞ്ഞു, ഈ എൻ്റെ ഒരു കഥ മാസികയിൽ വന്നു, ഇവർ പറയുന്നു അത് അച്ഛൻ എഴുതിയതാണെന്ന്. ഉടനെ അദ്ദേഹം ഇത് വാങ്ങി ഇത് നോക്കിയ ശേഷം അദ്ദേഹം ഒരു ചിരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നിൻ്റെ അച്ഛൻ എഴുതുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് സാറങ്ങ് നടന്നുപോയി. അപ്പം അങ്ങനെ ഈ ആദ്യം എഴുതിയതിൻ്റെ ആഹ്ലാദം മാറുന്നതിന് മുമ്പ് തന്നെ അത് എൻ്റേതല്ല എന്ന് പറഞ്ഞുള്ള ആരോപണവും കേൾക്കാനിട വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇപ്പോഴും വിമർശനം എന്നെ ദുഃഖിപ്പിക്കാറില്ല.